ഡിസംബർ 22 22-ാം ദിനം. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന മറിയം. വചനം: മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. ലൂക്കാ 2:19. വിചിന്തനം: ദൈവപുത്രൻ്റെ മനുഷ്യാവതാര രഹസ്യം മുഴുവൻ ഹൃദയത്തിൽ സൂക്ഷിച്ച മറിയമാണ് ആഗമനകാല പ്രാർത്ഥനയിലെ ഇന്നത്തെ നമ്മുടെ മാതൃക. വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച മറിയം തൻ്റെ ഉദരത്തിൽ മാത്രമല്ല ഹൃദയത്തിലും പുൽക്കൂട് ഒരുക്കിയവളാണ്. വചനം നമ്മുടെ ഹൃദയത്തിൽ വേരുറപ്പിച്ചാൽ ഹൃദയം പുൽക്കൂടായി എന്ന് നാം മനസ്സിലാക്കണം. ദൈവവചനത്തോടൊത്ത് യാത്ര ചെയ്യുമ്പോൾ ഉണ്ണിയേശുവിനെ വസിക്കാൻ അനുയോജ്യമായ പുൽക്കൂടായി നാം സ്വയം മാറുകയാണ്. പ്രാർത്ഥന: സ്വർഗീയ പിതാവേ, തിരുപ്പിറവിക്ക് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ നിന്റെ പ്രിയപുത്രിയായ മറിയത്തിൻ്റെ ജീവിതം ഞങ്ങൾക്കുള്ള വലിയ മാതൃകയാണല്ലോ. വചനവായനയിലൂടെയും ശ്രവണത്തിലൂടെയും ജീവിതത്തിലൂടെയും മാംസം ധരിച്ച വചനത്തിന് ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സുഗർത്ത ജപം: വചനമായ ഉണ്ണീശോയെ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. വചനമായ ഉണ്ണീശോയെ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. വചനമായ ഉണ്ണീശോയെ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. ഡിസംബർ 22 22-ാം ദിനം. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന മറിയം. വചനം: മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. ലൂക്കാ 2:19. വിചിന്തനം: ദൈവപുത്രൻ്റെ മനുഷ്യാവതാര രഹസ്യം മുഴുവൻ ഹൃദയത്തിൽ സൂക്ഷിച്ച മറിയമാണ് ആഗമനകാല പ്രാർത്ഥനയിലെ ഇന്നത്തെ നമ്മുടെ മാതൃക. വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച മറിയം തൻ്റെ ഉദരത്തിൽ മാത്രമല്ല ഹൃദയത്തിലും പുൽക്കൂട് ഒരുക്കിയവളാണ്. വചനം നമ്മുടെ ഹൃദയത്തിൽ വേരുറപ്പിച്ചാൽ ഹൃദയം പുൽക്കൂടായി എന്ന് നാം മനസ്സിലാക്കണം. ദൈവവചനത്തോടൊത്ത് യാത്ര ചെയ്യുമ്പോൾ ഉണ്ണിയേശുവിനെ വസിക്കാൻ അനുയോജ്യമായ പുൽക്കൂടായി നാം സ്വയം മാറുകയാണ്. പ്രാർത്ഥന: സ്വർഗീയ പിതാവേ, തിരുപ്പിറവിക്ക് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ നിന്റെ പ്രിയപുത്രിയായ മറിയത്തിൻ്റെ ജീവിതം ഞങ്ങൾക്കുള്ള വലിയ മാതൃകയാണല്ലോ. വചനവായനയിലൂടെയും ശ്രവണത്തിലൂടെയും ജീവിതത്തിലൂടെയും മാംസം ധരിച്ച വചനത്തിന് ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സുഗർത്ത ജപം: വചനമായ ഉണ്ണീശോയെ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. വചനമായ ഉണ്ണീശോയെ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. വചനമായ ഉണ്ണീശോയെ, നിന്നെ ഞാൻ ആരാധിക്കുന്നു.